ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? കഴിഞ്ഞ കൊല്ലം ഒഡീഷ ആയിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ഇത് വളരെ എവിഡന്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അടുത്ത പോയിന്റ് ഒരു ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ചിലർക്കൊക്കെ തോന്നും, പക്ഷേ ഐ തിങ്ക് ഇറ്റ് മേക്ക് സെൻസ്. ആ ഒരു പൊസിഷൻ കളിക്കുന്ന പ്ലെയർ ഒരുപാട് ടച്ചസ് എടുക്കുന്നതിലല്ല കാര്യം. ഇറ്റ് ഈസ് വാട്ട് യു ഡു വിത്ത് ദ ബോൾ ദാറ്റ് മാറ്റേഴ്സ്. ഹലോ മൈ ഗായ്സ്, ഫുട്ബോൾ സെനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ISL കൊച്ചി കരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ തിരുവോണമായിട്ട് കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് പോയ എല്ലാവർക്കും പഞ്ചാബിനെതിരെയുള്ള തോൽവി വളരെ വലിയൊരു നിരാശയായിരുന്നു. ഈസ്റ്റ് ഗാലറിയിൽ ഈ മാച്ച് കാണാൻ ഞാനും ഉണ്ടായിരുന്നു. ആൻഡ് ഈ മത്സരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇപ്രാവശ്യം നമുക്ക് പ്ലേ ഓഫിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ സീസണിനേക്കാളും ഒരുപാട് ടഫായിരിക്കും. ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും താഴെ ഫിനിഷ് ചെയ്ത ചെന്നൈയിൻ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു FC, ജംഷഡ്പൂർ എന്നീ ടീമുകളെല്ലാം തന്നെ വിജയിച്ചു. നമ്മളാണെങ്കിലോ വീണ്ടും പഴയ പ്രശ്നങ്ങൾ തന്നെ. ഡിഫൻസിലെ അലസത മൂലം ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇറേഴ്സ് ആൻഡ് ലൂണയുടെ അഭാവത്തിലുള്ള ആ ഒരു ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ പഞ്ചാബിനെതിരെയുള്ള മാച്ചിൽ അലട്ടിയത്. ഞാൻ ഒരുപാട് നെഗറ്റീവ് മാത്രം പറയുന്നതല്ല, ബട്ട് ദിസ് ഈസ് അവർ റിയാലിറ്റി. നമ്മളെപ്പോലെ തന്നെ പുതിയൊരു കോച്ചായിട്ടാണ് പഞ്ചാബും ഈ മാച്ചിന് ഇറങ്ങിയത്. ആൻഡ് നമ്മുടെ സ്ക്വാഡിൽ നടന്നതിനേക്കാൾ കൂടുതൽ അഴിച്ചുപണികൾ അവരുടെ ടീമിൽ നടന്നു. പക്ഷെ അവരുടെ കളി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലൊരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. അവർ വളരെ സ്മാർട്ടായിട്ട് ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് നടത്തി ഒരു നല്ല ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ വെറും ഒരു ബെഞ്ച് വാർമറായ നിഹാൽ ഇപ്പൊ അവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ്. നിഹാലിന്റെ ഫിസിക്കൽ ഫിറ്റ്നസും കോൺഫിഡൻസും ഒക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒപ്പീനിയനിൽ അഭിഷേക് സിംഗിനൊപ്പം പഞ്ചാബിലെ മുൻനിര ഇന്ത്യൻ താരങ്ങളിൽ നിഹാലും ഉണ്ട്. ഒരു ചെറിയ ടൈം സ്പാനിൽ പഞ്ചാബിന് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാമെങ്കിൽ നമുക്കെന്താ ഇമ്പ്രൂവ് ആയിക്കൂടെ? ഈ ഒരു തോൽവി നമ്മളെ ഡിഫൈൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയും ഒരുപാട് മാച്ചസ് ഉണ്ട്. ആൻഡ് ഇതുവരെ ഇമ്പ്രൂവ്മെന്റ് കാണിച്ച ടീമൊക്കെ സീസണിലുടനീളം കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യും എന്നും ഒരു ഉറപ്പില്ല. പക്ഷേ ദ ഫാക്ട് ഈസ്, നമ്മളൊരു മിനിമം ISL ട്രോഫി എങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാച്ചസ് ഒക്കെ നമ്മൾ ഹോം സ്റ്റേഡിയത്തിൽ തീർച്ചയായിട്ടും ജയിച്ചിരിക്കണം. തോറ്റു തുടങ്ങിയാൽ നമ്മൾ ഫൈനൽ വരെ എത്തും എന്നുള്ളൊരു പതിവുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിനൊരു ജയം അനിവാര്യമാണ്. അടുത്ത മത്സരം കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നെ 3 എവേ മാച്ച് ആണ്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രാവൽ ഉണ്ട്. ആദ്യം നോർത്ത് ഈസ്റ്റ്, പിന്നെ ഒഡീഷ, അത് കഴിഞ്ഞ് കൊൽക്കത്തയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ്. ഈ ഒരു 3 മത്സരങ്ങൾക്ക് മുമ്പേ നമ്മൾ എന്തെങ്കിലും മൊമെന്റം സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒക്ടോബർ 25 ബാംഗ്ലൂർ FC ആയിട്ടുള്ള അടുത്ത ഹോം മാച്ചിൽ നമുക്ക് നല്ല പ്രഷറായിരിക്കും. എല്ലാവരും എന്തായാലും ആ ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, ഒക്ടോബർ 25. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മാച്ച് ഒരു മസ്റ്റ് വിൻ മത്സരം തന്നെയാണ്. ദാറ്റ് ബ്രിങ്സ് us to our topic of the day. ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം, കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച 2 ഫുൾ ബാക്സിനെയും ഈ മാച്ചിൽ കളിപ്പിക്കരുത്. കഴിഞ്ഞ മാച്ചിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ ലൂണയുടെ ആബ്സെൻസിനേക്കാളും എന്നെ പേടിപ്പെടുത്തിയത് സന്ദീപ് സിംഗിന്റെ ഇൻക്ലൂഷൻ ആയിരുന്നു. എനിക്ക് സന്ദീപിനോട് ആസ് എ പേഴ്സൺ ഒരു വിരോധവും ഇല്ല. ഇൻഫാക്ട് ഞാൻ ഈ വർഷം ആദ്യം ഷില്ലോങ് ലജോങ്ങിൽ പോയപ്പോൾ അവിടുത്തെ ജനറൽ മാനേജറോട് സംസാരിച്ചപ്പോഴാണ് സന്ദീപ് എന്ന പ്രൊഫഷണൽ ഫുട്ബോളറെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റിയത്. അന്ന് ലജോങ്ങിൽ കളിച്ച ആ മണിപ്പൂരി പയ്യൻ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈനിലുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. ആൻഡ് ഹീ ഈസ് എ ഹംബിൾ ആൻഡ് പ്രൊഫഷണൽ ഫുട്ബോളർ. പക്ഷേ ISL കപ്പ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടി റെഗുലർ ആയിട്ട് 90 മിനിറ്റ് കളിക്കാൻ കെൽപ്പുള്ള ഒരു റൈറ്റ് ബാക്ക് ആണോ സന്ദീപ് എന്നോട് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയായിരിക്കും എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾ കളി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സന്ദീപ് നല്ലൊരു ക്രോസ് നൽകിയ കാലം തന്നെ നമ്മളിൽ പലരും മറന്നു. ആൻഡ് അഗെയിൻസ്റ്റ് ഗുഡ് വിങ്ങേഴ്സ് ഹീ സ്ലൈറ്റ്ലി പ്രോൺ ടു എ ഫ്യൂ എറേഴ്സ്. കഴിഞ്ഞ കൊല്ലം ഒഡീഷ ആയിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ഇത് വളരെ എവിഡന്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. സ്ക്വാഡിലെ ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന രീതിയിൽ സന്ദീപ് ഒരു മികച്ച പ്ലെയർ തന്നെയാണ്, പക്ഷേ നോട്ട് മോർ ദൻ ദാറ്റ്. ലെഫ്റ്റ് ബാക്കിൽ കളിച്ച സഹീഫിന്റെ സെലക്ഷന് കുറച്ചെങ്കിലും മെറിറ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു പരിധി വരെ ഡ്യൂറൻ കപ്പിലും പ്രീ സീസണിലും അദ്ദേഹം കാഴ്ചവെച്ച പെർഫോമൻസ് കൺവിൻസിംഗ് തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു മത്സരത്തിന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സഹീഫ് നല്ലോണം ബുദ്ധിമുട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പഞ്ചാബിനെതിരെ അതുകൊണ്ട് തന്നെ സഹീഫ് നല്ലോണം സ്ട്രഗിൾ ചെയ്തു. ആൻഡ് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് കുറച്ച് അൺഫെയർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ റിയാലിറ്റി ഈസ് റിയാലിറ്റി. ഇനിയും അവസരങ്ങൾ സഹീഫിനെ തേടി വരും. ബട്ട് ഐ ജസ്റ്റ് ഹോപ്പ് ഹീസ് റെഡി ബൈ ദെൻ. ഈസ്റ്റ് ബംഗാളിന്റെ 2 വിങ്ങേഴ്സും വളരെ ഡയറക്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പ്ലെയേഴ്സ് ആണ്.
അതുകൊണ്ട് തന്നെ ഐബാനും നവോച്ചയും എന്തായാലും കളിച്ചേ പറ്റുള്ളൂ. മഹേഷ് സിംഗിനെയും നന്ദകുമാർ ശേഖറിനെയും തളയ്ക്കാനായാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് ഒരു ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ചിലർക്കൊക്കെ തോന്നും, പക്ഷേ ഐ തിങ്ക് ഇറ്റ് മേക്ക് സെൻസ്. ഈ പോയിന്റിലേക്ക് കടക്കാൻ അലക്സാണ്ടർ കോയഫിന്റെ ആദ്യ മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസും കാലിബറും വെച്ച് ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് പുള്ളിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. മിഡ്ഫീൽഡിൽ കളിച്ച കോയഫ് കളിയുടെ ആദ്യ ഘട്ടങ്ങളിൽ പ്ലേയിൽ ഒരുപാട് ഇൻവോൾവ്ഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു പൊസിഷൻ കളിക്കുന്ന പ്ലെയർ ഒരുപാട് ടച്ചസ് എടുക്കുന്നതിലല്ല കാര്യം. ഇറ്റ് ഈസ് വാട്ട് യു ഡു വിത്ത് ദ ബോൾ ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് ദ ഫാക്ട് ഈസ് കോയഫ് കളിച്ച ഒരുപാട് ഫോർവേഡ് പാസുകൾ വളരെ ഇന്നാക്യുറേറ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹി വാസ് ഇൻ എ റഷ് ടു മേക്ക് തിങ്സ് ഹാപ്പൻ. ആൻഡ് ഇതിന്റെ ഒരു ഇൻഡിസൈസീവ്നെസ് നന്നായിട്ട് എടുത്തു നിന്നു. ഈ പൊസിഷൻ കളിക്കുന്ന ഒരു ക്വാളിറ്റി പ്ലെയറിന്റെ സൈൻ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദാറ്റ് ദേ ഓൾവേസ് ഹാവ് ടൈം ഓൺ ദ ബോൾ. കളിയുടെ പേസ് എന്ത് തന്നെയായാലും വെൻ ദേ ഗെറ്റ് ദ ബോൾ അവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരുപാട് സമയമെടുത്ത് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈ ഒരു ക്വാളിറ്റി കോയഫിൽ എനിക്ക് പഞ്ചാബിനെതിരെ കാണാൻ സാധിച്ചില്ല. ഒരു മത്സരം കൊണ്ട് മാത്രം ഒരു പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് തന്നെ കോയഫ് ടീമിന് പുറത്തിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ബട്ട് റാദർ ഹി ഷുഡ് പ്ലേ ആസ് എ സെന്റർ ബാക്ക് ഇൻ ഹിസ് നാച്ചുറൽ പൊസിഷൻ അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ. മിലോസിന്റെ അശ്രദ്ധ കഴിഞ്ഞ മത്സരത്തിൽ നമ്മളെ ഒരു തോൽവിയിലേക്ക് തള്ളിവിട്ടു. പ്രിതം കോട്ടാൽ ലൂക്ക മാത്സിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളത് ഒരു വാലിഡ് ആർഗ്യുമെന്റ് തന്നെയാണ്. പക്ഷേ ദ ഫാക്ട് ഈസ് മിലോസ് വാസ് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് ഹിസ് സറൗണ്ടിങ്സ്. ആൻഡ് ആ ഒരു അൺഅവെയർനെസ്സിൽ നിന്ന് തന്നെയാണ് പഞ്ചാബ് ആ ഒരു അവസരം മുതലെടുത്തത്. ഈ ഒരു പ്രശ്നം മിലോസിനെ കഴിഞ്ഞ സീസൺ പല മത്സരങ്ങളിലും അഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് മൈറ്റ് ബി ദ റൈറ്റ് ഗെയിം ടു ട്രൈ ഔട്ട് പ്രിതം കോട്ടാൽ ആൻഡ് അലക്സാണ്ടർ കോയഫ് ഇൻ ദ ഹാർട്ട് ഓഫ് ആർ ഡിഫൻസ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാൻ കോച്ച് മിക്കായൽ സ്റ്റാറ ആദ്യ മത്സരത്തിലെടുത്ത ഒരു ഡിസിഷനെ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഞ്ചാബിനെതിരെ നമ്മളൊരു 4-4-2 അല്ലെങ്കിൽ ഒരു 4-2-3-1 എന്നുള്ള ഫോർമേഷനിലാണ് കളിച്ചത്. ഈ ഒരു സിസ്റ്റം കളിച്ചതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. നോവ ആൻഡ് പെപ്രയുടെ ഒപ്പം രാഹുലും ഐമനും പിച്ചിന്റെ ഹൈ എൻഡിലെ പൊസിഷൻസ് ഒക്യുപ്പൈ ചെയ്തപ്പോൾ മിഡ്ഫീൽഡിൽ നമ്മൾ കുറച്ച് തിന്നായോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മത്സരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും 4-3-3 ഫോർമേഷനിൽ ലൈനപ്പ് ചെയ്യണം. ഈ ഒരു ഫോർമേഷനിൽ വി വിൽ ഓൾസോ സീ ദ ബെസ്റ്റ് ഓഫ് നോവ സദോവി. കഴിഞ്ഞ മത്സരത്തിൽ നോവയുടെ നാച്ചുറൽ പൊസിഷനിൽ നിന്ന് നല്ലൊരു ക്രോസും ഒരു ഷോട്ടും പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ലെഫ്റ്റ് വിങ് ഈസ് ഹിസ് ബെസ്റ്റ് പൊസിഷൻ. പിന്നെ ഇപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, നല്ല ക്രോസ് ബോക്സിലേക്ക് വന്നാൽ എന്തായാലും നമ്മുടെ കർത്താവ് അത് വലയിൽ എത്തിക്കുമെന്ന്. ജീസസ് ഹിമനേസിന്റെ ആ ഒരു ഹെഡർ ഈസ് എ ഹ്യൂജ് സിഗ്നൽ. പുള്ളിയുടെ ആ ഒരു മൂവ്മെന്റ് കണ്ടാൽ തന്നെ അറിയാം പുള്ളി ഒരു കിഡിലൻ സെന്റർ ഫോർവേഡ് ആണെന്ന്. കാരണം ഒരു സെന്റർ ഫോർവേഡിന്റെ മൂവ്മെന്റിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എത്ര ക്ലിയർ ആയിട്ട് രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് പുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഈ ഒരു പ്ലെയർ ഉള്ളപ്പോൾ വി ഹാവ് ടു പ്ലേ ടു ഹിസ് സ്ട്രെങ്ത്സ് ആൻഡ് ദാറ്റ് ഇൻവോൾവ്സ് ഡിപ്ലോയിങ് എ 4-3-3 ഫോർമേഷൻ വിത്ത് നോവ on the left and Luna as part of the midfield 3 behind Jesus. And point number 1, വിപിൻ ഇല്ലാതെ എന്ത് വൈബ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം ഈ ആഴ്ച നടന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സ് വിപിനുമായിട്ടുള്ള കരാറ് 2029 വരെ പുതുക്കി എന്നുള്ളതാണ്. നോബഡി ഡിസേർവ്സ് ഇറ്റ് മോർ ദൻ വിപിൻ. ഈ സീസണിലെ നമ്മുടെ അംബീഷൻ വിപിന്റെ ഫിറ്റ്നസിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. നോവ ആൻഡ് ലൂണ ഒക്കെ സൂപ്പർ പ്ലെയേഴ്സ് തന്നെയാണ്, പക്ഷെ വിപിനും സ്ലോലി ഹീസ് ബിക്കമിങ് ഈക്വലി ഇമ്പോർട്ടന്റ് അറ്റ് ദിസ് ക്ലബ്. പഞ്ചാബ് ആയിട്ടുള്ള മാച്ചിൽ വിപിൻ കളിയിലേക്ക് വന്നപ്പോൾ കളിയുടെ താളം തന്നെ മൊത്തത്തിൽ മാറി. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ബട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു മോമെന്റ് ഉണ്ടായിരുന്നു. പഞ്ചാബിന്റെ ഒരു കോർണർ ഡിഫ്ലക്ട് ചെയ്ത് ബോക്സിന്റെ തുമ്പത്ത് നിന്ന വിപിന്റെ അടുത്തെത്തി. ഈവൻ വിത്ത് പ്രഷർ ഫ്രം ദി ഒപ്പോണന്റ് വിപിൻ കൂളായിട്ട് അവിടെ ഒരു ടേൺ പുൾ ഓഫ് ചെയ്ത് ഒരു ലോങ് പാസ് നൽകി. ഈ ഒരു കാംനെസ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ഷോസ് ഹിസ് ക്വാളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എബിലിറ്റി ഇല്ലേ, ബോൾ കയ്യിലുള്ളപ്പോൾ ഒരുപാട് ടൈമും സ്പേസും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി, അത് വിപിനിൽ എന്തായാലും ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രൂവ്സ് ദാറ്റ് ഹീസ് എ ക്വാളിറ്റി പ്ലെയർ. നമ്മുടെ മിഡ്ഫീൽഡ് 3യിൽ ഒരു ഡീപ്പ് ലൈയിങ് പ്ലേ മേക്കറായിട്ട് കളിക്കാനുള്ള പാസിംഗ് റേഞ്ചും ടെമ്പറമെന്റും വിപിന് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫുൾ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചു വന്ന് വിപിൻ നമ്മളെ ഉയരങ്ങളിലേക്ക് നയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതായിരുന്നു ഗൈസ് 4 things കേരള ബ്ലാസ്റ്റേഴ്സ് മസ്റ്റ് ഡു ടു ബീറ്റ് ഈസ്റ്റ് ബംഗാൾ ഓൺ സൺഡേ. ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.